ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ മറീന പേരച്ചി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. അപ്പം നമ്മൾ CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തതിൻ്റെ സീരീസാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏപ്രിൽ 20 നടന്ന എക്സാമിൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റിലെ 25 പ്രോബ്ലംസ് ആണ്. ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇന്നലെ CHSLൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. സോ PDF എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ അതെടുത്ത് എന്ത് ചെയ്യണം, CGLന് ശേഷം CHSLൻ്റെയും എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന CGLൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന CHSLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സസ് എല്ലാവരും കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് A plus B plus C equal to 6, A square plus B square plus C square equal to 32 and A cube plus B cube plus C cube equal to 189, then the value of 4ABC. Value of 4ABC ആണ് നമുക്കുണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തായാലും. അപ്പോൾ എന്താണ് ഓപ്ഷൻ 3 അല്ല, ഞാൻ ഒരിക്കലും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ബാക്കി ഈ 3 ഓപ്ഷനാണ് നമുക്ക് ചെയ്യാം. നേരെ തന്നെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്കറിയാം A cube plus B cube minus 3ABC അല്ലേ. അപ്പോൾ 189 മൈനസ് 3K, ABC നമുക്ക് K കൊടുക്കാം, ഈക്വൽ ടു A plus B plus C ഇൻറ്റു A plus B plus C ദ ഹോൾ സ്ക്വയർ. അത് എത്രയാണ്, 36 മൈനസ് 3 ഇൻറ്റു AB plus BC plus AC ആണ്. നമുക്കറിയാം A plus B plus Cയും A square plus B square plus C square ഉണ്ടെങ്കിൽ AB plus BC plus AC കണ്ടുപിടിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, A plus B plus Cയുടെ സ്ക്വയർ മൈനസ് ഇത് 36 മൈനസ് 32/2 എത്ര വരും, 2 വരും. അപ്പോൾ 2 × 3 6 വരും. ഓക്കെ, അപ്പോൾ 6 × 30 180 വരും. അപ്പോൾ എത്രയാണ്, K എത്ര വരും, K ഈക്വൽ ടു നമുക്ക് ആൻസർ 3 വരും. K എന്ന് പറഞ്ഞാൽ എന്താണ്, ABC ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്, 4ABC എന്താണ്, 4 × 3 12 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. Second question, if 5 root 2 plus root 75 equal to 17.32, then the value of 14 root 3 plus root 108. ഓക്കെ, ഇത് കാണുമ്പോഴേ നമുക്ക് ഈ 75 എന്ന് പറഞ്ഞാൽ എന്താണ്, 75 എന്ന് പറഞ്ഞാൽ 25 × 3 ആണ് 75. അപ്പോൾ അതിനെ നമുക്ക് എഴുതാമല്ലോ, എങ്ങനെയാണ്, 5 root 3 plus 5 root 3 ആണ് 17.32 അല്ലേ. അപ്പോൾ ഇതെന്താണ്, 10 root 3 ആണ് 17.32 നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, 14 root 3 പ്ലസ് ഇതെന്താണ് 108 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 36 × 3 ആണ് 108. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 6 root 3. അപ്പോൾ 20 root 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 root 3യുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ 20 root 3 വാല്യൂ എന്തായിരിക്കും, ഇതിൻ്റെ ഡബിൾ 17.32ൻ്റെ ഡബിൾ എത്രയാണ്, 34.64. Okay, third question, histogram ആണ്. The number of car passing the road near a colony from 6 AM to 12 noon has shown in the following histogram. Okay, during which hours is the number of car passed less than the average number of car passed from 7 AM to 12 noon ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 7 AM to 12 noon ഇവിടെ തൊട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ചെയ്യാം. 105, 130, 115, 95, 45 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും, 490 അല്ലേ. 490 സ്റ്റക്ക് ഉണ്ട്. 490/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 98 ആണ്. ഓക്കെ, അപ്പോൾ 98 കുറവുള്ളത് ഏതൊക്കെ സമയത്താണ്, 6 തൊട്ട് 7 മണി വരെയും പിന്നെ 10 തൊട്ട് 11 വരെയും 11 തൊട്ട് 12 വരെയും അല്ലേ, ഇതേ കിടക്കും. അടുത്ത ക്വസ്റ്റ്യൻ, A and B, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ടൈം ആൻഡ് വർക്കിലെയാണ്. A and B can do a work in 12 and 18 days respectively. They worked together for 4 days, after which B was replaced by C and the remaining work was completed by A and C in the next 4 days. In how many days will C alone complete 50% of the work of the same work ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ആദ്യമേ എഫിഷ്യൻസി കണ്ടുപിടിക്കും. എയുടെയും ബിയുടെയും എഫിഷ്യൻ 12ഉം 18ഉം ടോട്ടൽ വർക്ക് എത്രയാണ്, ടോട്ടൽ വർക്കാണ് നമ്മൾ LC എടുക്കുന്നത്. ഇവിടെ 3, ഇവിടെ 2. ഓക്കെ, എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2ഉം ആണ്. ഓക്കെ, ഇനി അവർ രണ്ടുപേരും എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം
അവർ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്? അവരുടെ എഫിഷ്യൻസി, കമ്പൈൻഡ് എഫിഷ്യൻസി 5 ആണ്. 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റിമൈനിങ് എത്ര വർക്കുണ്ട്? റിമൈനിങ് 16 വർക്കുണ്ട്. ഓക്കെ, അതെന്താണ്? വിച്ച് ആഫ്റ്റർ വിച്ച് ബി വാസ് റീപ്ലേസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ബി പോകുന്നു. അതിനുശേഷം സി വരുന്നു. എന്നിട്ട് സി എന്ത് ചെയ്യുന്നു? എയും സിയും കൂടെ ആ വർക്ക് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 16 വർക്ക് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ്? 4 ആണ് അവരുടെ എഫിഷ്യൻസി. അതിനകത്ത് നമുക്ക് ഇത് ആരൊക്കെ തമ്മിലാണ് വർക്ക് ചെയ്യുന്നത്? എയും സിയും കൂടാണ്. അതിനകത്ത് നമുക്കറിയാം എയുടെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഹൗ മെനി ഡേയ്സ് വിൽ സി എലോൺ കംപ്ലീറ്റ് ദ 50% ഓഫ് ദ സെയിം വർക്ക്? 36ന്റെ 50% എന്ന് പറഞ്ഞാൽ 18. സി എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1. 18/1 18 ഡേയ്സ് കൊണ്ടാണ് സി വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കുന്നത്. 5th ക്വസ്റ്റ്യൻ ബാർ ഗ്രാഫ് ആണ്. സ്റ്റഡി ദ ബാർ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തന്നേക്കാണ് 5 വർഷത്തെ. ഒരു കമ്പനിയുടെ 5 വർഷത്തെ ഇൻകം ബ്ലൂ കളറും expenditure red color. Okay, what is the difference between the expenditure for the years 2017 and 2018 taken together and the income for the years 2015 and 2016? Okay, അപ്പം 2017ലെയും 2018ലെയും എക്സ്പെൻഡിച്ചർ കണ്ടു. 2017 18 എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ റെഡ് 300 + 325 എന്ന് പറയുമ്പോൾ 625 ആണ് എക്സ്പെൻഡിച്ചർ. പിന്നെന്താണ്? ഇൻകം ഏത് വർഷത്തെയാണ്? 2015 2016. 2015 280 325. 280 325 എന്ന് പറയുമ്പോൾ 605. ഓക്കെ, എത്രയാണ് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്? 20. അടുത്ത് നോക്കിയോ, again bar graph ആണ്. 6th question ആണ്. The following bar graph shows the number of youth in lakhs and the number of employed youth in 5 states A, B, C, D and E ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന യൂത്തും ഇത് എംപ്ലോയ്ഡ് യൂത്തും ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് യൂത്ത് ഇൻ ദ 5 സ്റ്റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം, 12 തൊട്ട് 20, 20ഉം 10 30, 39, 39ഉം 11ഉം 50, 50.5. ഓക്കെ, അപ്പോൾ 50.5 ബൈ ആവറേജ് അല്ലേ ചോദിച്ചത്. 5 ചെയ്യുമ്പോൾ എത്ര വരും? 10.1. അപ്പോൾ ഇത് എത്രയാണ്? ഇത് ലാക്സ് ആണ്. അപ്പോൾ എത്രയാണ്? ഇതാണ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കിയോ, 7th ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് 1 minus cot theta by 1 minus tan theta the whole square plus 1 if 0 degree less than theta less than 90 degree is equal to. ഓക്കെ, വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്താ ജസ്റ്റ് ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. 1 minus cot theta എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan theta ഡിവൈഡ് ബൈ 1 minus tan theta the whole square plus 1. ഓക്കെ, ഇതെന്ത് വരും? tan theta minus 1/tan theta എന്ന് വരും. ഓക്കെ ആണല്ലോ. tan theta minus 1/tan theta into 1 minus tan theta. ഇത് ഇങ്ങോട്ടേക്ക് വരും. the whole square plus 1 ആണല്ലോ. ഇതിനകത്തുനിന്ന് ഞാനൊരു മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ ഇതെന്ത് വരും? 1 minus tan theta എന്ന് വരും അല്ലേ. അപ്പോൾ ഇതും പോയി ഇതും പോയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് 1/tan theta ആണ്. അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? പോസിറ്റീവ്. അപ്പോൾ 1/tan theta the whole square. 1/tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? cot square theta. cot square theta plus 1. cot square theta plus 1 എന്താണ്? cosec square theta. നമുക്കറിയാം cosec square theta minus cosec square theta minus cot square theta equal to 1 ആണെന്ന് നമുക്കറിയാം. സോ 1 plus cot square theta എന്താണ്? cosec square theta ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലെയാണ്. An article is sold at a certain price. If it is sold at 70% of this price, then there is a loss of 10%. What is the percentage of profit when it is sold at original selling price? ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണം 100x എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? CP ഞാനങ്ങ് CP 100 എടുത്തു. ഓക്കെ,
കോസ്റ്റ് പ്രൈസ് നമ്മുടെ 100 എടുത്തു. ഓക്കെ, അപ്പം 10% ലോസ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ? 10% അവന് ലോസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ എസ് പി എത്രയാണ്? 90 ആണ്. ഓക്കെ, 90 ആണ്. ഓക്കെ, ഈ 90 ആണ് പറഞ്ഞേക്കുന്നത് എത്ര? 70% എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് an article is sold at a certain price. If it is sold at 70% of this price, then there is a loss of 10%. Okay, അപ്പോൾ 70% ആണ് 90. അപ്പം 100% എത്രയാണ്? 100% എന്ന് പറയുമ്പോൾ എത്രയാണ്? 900/7. ഇതാണ് നമ്മുടെ ഒറിജിനൽ എസ് പി. ഓക്കെ, ഒറിജിനൽ എസ് പി എന്താണ്? ഒറിജിനൽ എസ് പി ആണ് 100% ഈ എടുത്തേക്കുന്നത്. 70% ആണ് 90. അപ്പോൾ 100% 900/7 ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 100 മൈനസ് 900/7 എന്താണ്? 200/7%. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ എസ് പിക്ക് 100x എന്ന് കൊടുക്കണം, എന്നിട്ട് അത് 70, അങ്ങനെ കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അതിനെക്കാട്ടി എളുപ്പം ഇങ്ങനെ വെച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. നമുക്ക് ആൻസർ കിട്ടുന്നതാണല്ലോ ഇമ്പോർട്ടൻസ്. അടുത്ത് നോക്കിയോ, വൈൽ പ്രിപ്പയറിംഗ് ദ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈൽ പ്രിപ്പയറിംഗ് ദ റിസൾട്ട് ഓഫ് ഇംഗ്ലീഷ് ഓഫ് എ ക്ലാസ്, ദ മാർക്സ് ഓഫ് വൺ സ്റ്റുഡൻറ് ഗോട്ട് റെക്കോർഡ് as 95 in place of 57. As a result of which there was an increase in the average score by 0.95. How many students were there in the class? Okay, ഇത് നമ്മുടെ ആവറേജിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എടുക്കാൻ പല രീതി വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്താൽ മതി. ഓക്കെ, ഈ ഡിഫറൻസ് എത്രയാണ്? 95 മൈനസ് 57 എത്രയാണ്? പറഞ്ഞേ, 38 അല്ലേ? 38 ബൈ, ഓക്കെ, അത് കാരണം ഉണ്ടായ ചേഞ്ച് എത്രയാണ്? ആവറേജ് എന്ത് ചെയ്തു? 0.95 ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അത് എത്ര പേർക്കാണ് ഇൻക്രീസ് ചെയ്തത്? അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5, ഇവിടെ 200, ഇവിടെ ഗെയിൻ വരുമ്പോൾ n ഈക്വൽ ടു 40 എന്ന് വരും. ഓക്കെ, ഈ ഡിഫറൻസ് 38 പേര് വന്നത്, 38 സ്റ്റുഡൻസിനെ റെക്കോർഡ് ചെയ്ത് മാർക്ക് റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണ്? 95ന്റെ സ്ഥാനത്ത് അവർ 57 കൊടുത്തു. ഓക്കെ, സോ ആ ഡിഫറൻസ് കൊണ്ടാണ് ആവറേജ് ഇൻക്രീസ് ആയത് അല്ലേ? അപ്പോൾ 38 ബൈ ആ ഡിഫറൻസ് 0.95 ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എത്ര പേർക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അടുത്ത് നോക്കി, ദ ലെങ്ത് ഓഫ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ലെങ്ത് ഓഫ് ദ ബോഡി ഓഫ് എ ഡയഗണൽ of a cube is 8√3 cm. Then what is the volume of the cube ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്യൂബിന്റെ ഡയഗണൽ എന്താണ്? a√3 ആണ്. അപ്പോൾ നമുക്കറിയാം a എത്ര കിട്ടി? സൈഡ് ഓഫ് ദ ക്യൂബ് 8 എന്ന് കിട്ടി. 8 ആണെങ്കിൽ വോളിയം ഓഫ് ദ ക്യൂബ് എന്താണ്? 8ന്റെ ക്യൂബാണ്. 8ന്റെ ക്യൂബ് എത്രയാണ്? 512. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗ്നോമെട്രിയിലെയാണ്. നമ്മൾ ഒരുപാട് വട്ടം ഇത് ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതേ പാറ്റേൺ. ഓക്കെ, നോക്കിയോ, ദ വാല്യൂ ഓഫ് 5 cos square 62 ഡിഗ്രി പ്ലസ് 5 cos square 28 ഡിഗ്രി മൈനസ് 21 ബൈ 7 sin square 35 ഡിഗ്രി പ്ലസ് 7 sin square 55 പ്ലസ് 1 ഈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം a പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ, എയുടെയും ബിയുടെയും കൂടെ വാല്യൂ കൂടുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? കോസ് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ബി എത്രയാണ്? 1 ആണ്. അതുപോലെ സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതെന്താണ് നോക്കിയേ, 62ഉം 28ഉം 90 ആണ്. 35ഉം 55ഉം എത്രയാണ്? 90 ആണ്. അപ്പോൾ ആൻസർ ഇത് 1 വരും. അപ്പോൾ 5 കോമൺ എടുത്താൽ 5 മൈനസ് 21/7 പ്ലസ് 1. ഓക്കെ, 5 മൈനസ് 21 എത്രയാണ്? 5 മൈനസ് 21 ഈസ് മൈനസ് 16/8. ആൻസർ എത്രയാണ്? -2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെയാണ്. സിംപ്ലിഫിക്കേഷൻ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. അടുത്ത നോക്കിയോ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ PQR. ഓക്കെ, ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആണ് PQR. ഓക്കെ, A and B are the midpoint of PQ and PR respectively. Okay, Pയുടെയും Qയുടെയും ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് A, PR ന്റെ മിഡ് പോയിന്റ് ആണ് B. ഓക്കെ,
ഇഫ് പി ക്യു ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ, അപ്പോൾ പി ക്യു 16 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഇത് എത്രയാണ്, ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് 8 ആണ്, ഇതും 8 തന്നെയാണ്. ഓക്കെ, ആൻഡ് ക്യു ആർ ഈക്വൽ 30, ക്യു ആർ 30 ആണ്, ആൻഡ് ക്യു ആർ ഈക്വൽ ടു 30. ഓക്കെ, ക്യു ആർ 30 ആണ്. ഓക്കെ, പി ആർ 34 ആണ്. പി ആർ 34 ആണെങ്കിൽ ബി മിഡ് പോയിന്റ് ആകുമ്പോൾ ഇത് 17 ആയിരിക്കും, ഇതും 17 ആയിരിക്കും. ഓക്കെ, then what is the perimeter of trapezium ABRQ? ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ABRQവിൻ്റെ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ സൈഡ് അറിയാം, ഇത് 8, ഇത് 17, ഇത് 30. ഇതെന്താണ്? ബൈ മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് എന്ത് അറിയാൻ പറ്റും? എയും ബിയും മിഡ് പോയിന്റ് ആണെങ്കിൽ എന്താണ്? ക്യു ആർ അല്ല, എ ബി ഈക്വൽ ടു എന്താണ്? ക്യു ആർ ബൈ 2 ആയിരിക്കും അല്ലേ? എ ബി ഈക്വൽ ടു ക്യു ആർ ബൈ 2 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്? 15 ആണ്. അപ്പോൾ 15 പ്ലസ് 8 പ്ലസ് 70, 17 പ്ലസ് 8 25, 25 പ്ലസ് 15 എത്രയാണ്? ഇവിടെ തെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഓ ഇതുകൊണ്ടല്ലോ. 30 പ്ലസ് 15 പ്ലസ് 8 പ്ലസ് 17 എത്ര വരും? 70 അല്ലേ? 25, 25, 15, 40, 40, 30, 70. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ ട്രപ്പീസ് ABRQ എത്ര വരും? 70. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. PQRS ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോഴേ ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തേക്കുന്നതാണ്. PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ആദ്യമേ വായിക്കണമായിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യമേ വായിക്കാം. PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആൻഡ് PQ ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഇഫ് ആംഗിൾ RPQ 23 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PSR? ഓക്കെ, PQ ഡയമീറ്റർ ആണ്. ഓക്കെ, PQ അതിൻ്റെ ഡയമീറ്റർ ആണ്. PQRS. ഓക്കെ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. പിന്നെന്താ പറഞ്ഞത്? RPQ ഇതെത്രയാണ്? ഇത് തന്നിട്ടുണ്ട് 23 ഡിഗ്രി ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ PSR ആണ് കണ്ടുപിടിക്കുക. ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം PQ ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എത്രയായിരിക്കും? അപ്പോൾ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 23 ഡിഗ്രിയാണ്, ഇത് 90 ആണെങ്കിൽ ബാക്കി ഇത് എത്ര വരും? ഇത് 67 ഡിഗ്രി ആണല്ലോ. ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സം എത്ര വരും? ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ Q 67 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ S എന്ത് വരും? 113 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് number that is a perfect square and is divisible by each of the number 6, 8 and 15? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് ഇതേപോലെ കണ്ടായിരുന്നു. ഓക്കെ, ഇത് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 15 വരുമ്പോൾ 5ഉം 3ഉം 5ഉം വരണം. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും വരില്ല, ഇതും വരില്ല, കാരണം 5 കൊണ്ട് ഇത് രണ്ടും ഡിവിസിബിൾ അല്ല. പിന്നെ എന്താണ്? 225 ഒരിക്കലും 8 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ ഏതാണ് നമ്പർ? 3600 ആണ് നമ്പർ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അടുത്ത് നോക്കൂ, 16th ക്വസ്റ്റ്യൻ ആണ്. ഡിവൈഡ് 66,300 between A and B in such a way that the amount that A receive after 8 years is equal to the amount that B receive after 10 years, with the compound interest being compounded annually at the rate of 10% per annum ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഷിഫ്റ്റിനകത്ത് നമ്മൾ ഇതേ പ്രോബ്ലം കണ്ടതാണ്. നമുക്ക് എന്തായാലും 10% ആകുമ്പോൾ എന്താണ്? 11/10 ആണ് സ്കെയിലിംഗ് ഫാക്ടർ. അപ്പോൾ എന്തായാലും 11ൻ്റെയും 10ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ വരുന്ന ആകെ ഈ കിടക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതും വരുന്നുണ്ട്, പക്ഷേ രണ്ടും പറഞ്ഞല്ലോ ഒരേ രീതിയിൽ. നോക്കിക്കേ, ഇത് നോക്കി, ഇതും 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 10ൻ്റെ മൾട്ടിപ്പിൾ ആണ്. വേണ്ട, നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ മേ ബി നമുക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ 10% എന്ന് പറയുമ്പോൾ 11/10. അപ്പോൾ 11ൻ്റെ ഫാക്ടർ ആണ് എന്ന് നമുക്ക്
അറിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് ഗസ് ചെയ്ത് അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാം. എയുടെ എന്താണ് P1 ഇൻറ്റു 11/10. 11/10 എന്ന് എഴുതുക. 1 + 10/100 എന്ന് എഴുതണ്ടായല്ലോ. അത് എത്ര വർഷത്തേക്കാണ്? 8 വർഷമല്ലേ. ഓക്കെ, ഈക്വൽ ടു അടുത്ത ബിയുടെ എമൗണ്ട് എത്രയാണ്? ഇൻറ്റു സെയിം ആണല്ലോ 11/10 ഇൻറ്റു 10 വർഷത്തേക്ക്. ഓക്കെ, ഇവിടുന്ന് പോയി ഇവിടുന്ന് അഗെയിൻ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്താണ് P1/P2 ഈക്വൽ ടു എത്ര വരും? 121/100 എന്ന് വരും അല്ലേ. P1/P2 ഈക്വൽ ടു 121/100. ഇതാണ് അവരുടെ എമൗണ്ട്, രണ്ടു പേർക്കും കിട്ടുന്ന എമൗണ്ട്. ഈ എമൗണ്ടിനെയാണ് ഈ 66,300 ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ 121:100 എന്ന് വരുന്നത്. ഓക്കെ, ഇത് കാണുമ്പോഴേ 121 ഇൻറ്റു എത്രയാണ്? 121 ഇൻറ്റു 3 ആണ്. 121 ഇൻറ്റു 100 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് ഈ സംഭവം കിട്ടുന്നത്. സെയിം. അപ്പോൾ അപ്പോഴേ നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ 4 ആണ്. നോക്കിക്കോ. അപ്പോൾ 121 + 100 എത്രയാണ്? 221 ആണ് നമുക്ക് തന്നേക്കുന്ന വാല്യൂ. എത്ര? 66300. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 300. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P1 എക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 121 ഇൻറ്റു 300 ഇതേ കിടക്കും 36,300. ബിക്ക് കിട്ടുന്നത് 30,000 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെയാണ്. എ ലാഡർ ഓഫ് ലെന്ത് 3.5 meter just reaches the top of a wall. If the ladder makes an angle of 60 degree with the wall, then what is the height of the wall ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് വോള്, ഇതാണ് ലാഡർ. ഏണ് ചാരി വെച്ചേക്കുന്നത് ആണല്ലോ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ ലാഡറിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട്. എത്ര? 3.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ലാഡറും വോളും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ വോൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെത്രയാണ്? 1. ഈ റേഷ്യോ എത്രയാണ്? 1:√3:2 എന്നാണ് റേഷ്യോ. ഓക്കെ, 2 ആണ് 3.5. അപ്പോൾ 1 എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 3.5ൻ്റെ ഹാഫ് എത്രയാണ്? 1.75. ഇത്രയേ ഉള്ളൂ. സോറി. അടുത്ത 18th ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഈസ് circumscribed on a quadrilateral ABCD if angle DAB equal to 100 degree, angle ADB equal to 35 degree and CDB equal to 40 degree, then find the measure of angle DBC. Okay, ഒരു സർക്കിൾ ഈ circumscribed on a quadrilateral എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ ഇത് വരയ്ക്കും. ക്വാഡ്രിലാറ്ററിൻ്റെ പുറത്താണ് എന്ത്? ഒരു സർക്കിളുള്ള സർക്കിൾ സർക്കംസ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ പുറത്തൂടെ വരയ്ക്കുന്നത്. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, ആംഗിൾ DAB ഇത് എത്രയാണ്? 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ADB ഓക്കെ, ഈ ആംഗിൾ എത്രയാണ്? 35 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ? CDB ഓക്കെ, ഇത് എത്രയാണ്? 40 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം DBC. ഓക്കെ, ഇതറിയാം. ഇതെന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. ഇത് 100 ആണെങ്കിൽ ഇത് ഒബ്വിയസ്ലി എത്ര വരും? ഇത് 80 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇത് 80 ഉണ്ട്, 40 ഉണ്ട്. 80 + 40 120 ഡിഗ്രി ഉണ്ട്. ദെൻ റിമൈനിങ് എത്ര വരണം? 60 ഡിഗ്രി. സോ DBC ഈക്വൽ ടു എത്രയാണ്? 60 ഡിഗ്രി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിനകത്ത് ടോട്ടൽ സം എത്ര? ഒരു ആംഗിൾസിൻ്റെ സം 180 ആണ്. ഇത് ഓൾറെഡി 120 ഉണ്ട്. എഗെയിൻ 60 കൂടെ വരണം. ഓക്കെ, അടുത്ത if 4a minus 3b equal to 1, ab equal to half, where a greater than 0 and b greater than 0, what is the value of 64a cube plus 27b cube? ഓക്കെ, ഇതിനെ നമുക്ക് ഇതിനെ ക്യൂബ് ചെയ്യാം. നമുക്കറിയാലോ a plus b എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് a minus b the whole square plus 4ab അല്ലേ. ഈ ഇക്വേഷൻ അറിയാലോ. a plus b equal to root of a minus b the whole square plus 4ab. ഇതാണ് നമ്മുടെ a plus b. നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 4a plus 3b അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4a plus 3b equal to നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? 4a minus 3b, a minus b the whole square plus 4 into ഓക്കെ 4 into 4a into 3b അല്ലേ. അപ്പോൾ എത്രയാണ്?
12 ഇൻറ്റു എ ബി. 12 ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ഇൻറ്റു 1/2 അല്ലേ? ഈ 2 ഇതും പോയി 6, ഇവിടെ 24 വരും. ഇനി നമുക്കറിയാം 4a - 3b ഹോൾ സ്ക്വയർ. 4a - 3b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് വരും? 1 + 24 എന്ന് പറയാം. എന്ത് വരും? 25 ഈക്വൽ ടു എത്രയാണ്? √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 4a + 3b ഹോൾ ക്യൂബ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അതല്ലേ ഈ 64. അതെന്ത് ചെയ്യണം? നമുക്കറിയാം a³ - 3ab ആണ് അല്ലേ? അപ്പോൾ a³ എത്രയാണ്? 125 - 3 ഇൻറ്റു ab എത്രയാണ്? നമ്മൾ ഈ 5 ഇൻറ്റു പിന്നെന്താണ്? എയുടെയും ബിയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 12 ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെന്ത് വരും? ഒരു എ ബിയും കൂടെ വരും, ഹാഫ്. അത് വിട്ടുപോകല്ലോ കേട്ടോ, ഈ എ ബിയുടെ കാര്യം മറന്നു പോകല്ലോ. അപ്പോൾ എന്ത് വരും? ഇത് ക്യാൻസൽ ചെയ്ത് 6 വരും. അപ്പോൾ 6 × 5 30, 30 × 3 90 വരും. 125 - 90 എത്രയാണ്? 35. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ. ഓക്കെ, നമുക്ക് ജസ്റ്റ് അങ്ങ് വരയ്ക്കാം. ഇത് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഇൻസെൻട്രാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. എന്നാലും പറഞ്ഞേക്കാം. എ ബി സി പരീക്ഷയ്ക്ക് നിങ്ങൾ വരയ്ക്കാനൊന്നും പോലെ കേട്ടോ. ജസ്റ്റ് നമ്മൾ ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് അറിയത് എന്താ ചെയ്യേണ്ടത്, എന്താണ് ചോദിച്ചേക്കുന്നതെന്ന്. ഓക്കെ, ആംഗിൾ എ തന്നിട്ടുണ്ട് 68 ഡിഗ്രി. പിന്നെന്താണ്? ഇഫ് ഐ ഈസ് ദ ഇൻസെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ദെൻ ദ മെഷർ ഓഫ് ആംഗിൾ ബി ഐ സി ആണ്. ഐ ഇൻസെൻറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസെൻറ്റർ. ഇൻസെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആംഗിൾ ബാക്സെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസെൻറ്റേഴ്സ് ഇതാണ് നമ്മുടെ നമ്മുടെ ഇൻസെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ബി ഐ സി ആണ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ബി ഐ സിയുടെ വാല്യൂ 90 പ്ലസ് ആംഗിൾ എ ബൈ 2. ഓക്കെ, അപ്പോൾ 90 + 34 എത്ര വരും? 90 + 34 124. അടുത്ത് നോക്കിയോ, 21ാമത് നമ്മുടെ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെയാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ടൗൺ ഈസ് കവേർഡ് 7 hours അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. ബൈ ഹൗ മച്ച് ഷുഡ് ബി ദ സ്പീഡ് ഇൻ km/h ബി ഇൻക്രീസ് സോ ദാറ്റ് 2 hours ഓഫ് ട്രാവലിംഗ് ടൈം വിൽ ബി സേവ്ഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഇവിടെ നമുക്ക് സ്പീഡും അറിയാം, ടൈമും അറിയാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 7 × 50 എത്രയാണ്? 350 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ 350 ഡിസ്റ്റൻസ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര സ്പീഡ് കൂട്ടിയാൽ അവന് 2 മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ 7 മണിക്കൂറാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എത്രയാണ് അവൻ്റെ സ്പീഡ്? എത്രയാണ്? 70 km/h പോയാൽ മാത്രമാണ് അവന് 2 മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റുന്നത്. സോ എത്ര കൂട്ടണം? ഓൾറെഡി 50 ആയിരുന്നു, ഇപ്പോൾ എത്ര കൂട്ടിയാലാണ് 70 വരുന്നത്? 20. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. If A is 25% more than B and B is 40% less than C, if C is 20% more than D, then A is what percentage less than D എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഇതിനകത്ത് ഇടയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാൻ. എയും നമുക്ക് എന്താണ്? എയുടെയും ബിയുടെയും കാര്യമാണ്. ഫസ്റ്റും എൻഡും ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മളങ്ങ് ചെയ്താൽ മതി. എ ഈസ് 25% മോർ ദാൻ എന്താണ്? മോർ ദാൻ ബി ആണ്. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 ആണ്. അപ്പോൾ എ എത്രയാണ്? 5/4 അല്ലേ? ഇൻറ്റു ബി ഈസ് 40% ലെസ് ദാൻ സി എന്നാണ്. 40% ഈസ് 2/5. അപ്പോൾ 2/5 കുറവാണെങ്കിൽ എന്താണ്? 3/5 ഇൻറ്റു സി ഈസ് 20% മോർ ദാൻ ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് a/d റേഷ്യോ ആണ് ഈ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സി ഈസ് 20% പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 1/5 കൂടുതലാണെന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/5 ആണ്. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ഈ 5ഉം ഈ 5ഉം പോയി. ഇവിടെ നിന്ന് ഒരു 2 പോവും, ഇവിടെ ഒരു 3 വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 9/10 വരും. ഓക്കെ, എയുടെ വാല്യൂ 9, ഡിയുടെ വാല്യൂ 10 എന്ന് വരും. എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ഡി ആണ്. എത്രയാണ് കുറവ്? 1 കുറവാണ്. അപ്പോൾ 1/10 ആണ് കുറവ്. 1/10 ഈസ് എന്താണ്? 10%. ഇത്രയേ ഉള്ളൂ. അല്ലാതെ 100 എടുക്കുന്നു, 25 കുറയ്ക്കുന്നു, അത് എഗെയിൻ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങും എൻഡും ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സി ഈസ് 20% മോർ ദാൻ സി, അങ്ങനെയാണെങ്കിൽ സിയുടെ ഗ്യാപ്പൊക്കെ എന്തുവായിരുന്നു ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി പാടാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
23-ാമത്തെയാണ്. 3 partners shared the profit in a business in the proportion of 9:8:11. They invested their capital for 4 months, 6 months and 18 months respectively. What was the ratio of their capital എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പ്രോഫിറ്റ് ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റു ടൈം പീരീഡ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ അപ്പോൾ എന്താണ്, പി പ്രോഫിറ്റ് ബൈ ടൈം പീരീഡിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, പ്രോഫിറ്റ് എത്രയാണ്, ആദ്യത്തെ ആളുടെ 9/4:8:8/11/18. ഓക്കെ, ഇതിന് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും, ക്യാൻസൽ ചെയ്യണ്ട, ജസ്റ്റ് ഇതിൻ്റെ LC എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ. 4, 6, 18 LC എത്രയാണ്, 36 അല്ലേ. അപ്പോൾ 36 വരുമ്പോൾ 9 × 9, ഇത് 36 വരണമെങ്കിൽ ഇവിടെ 9 × 9 81:2. ഓക്കെ, 81 എന്ന് വരുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എന്നാലും നമുക്ക് ചെയ്യാം. ഇവിടെ 6 വരും, അപ്പം 36 LCM വരുമ്പോൾ 8 × 6 48:2. ഇവിടെ 2 വരും, എത്ര വരും, 22. എങ്ങനെയാണ് അവരുടെ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽ, 81:48:22. അടുത്ത് നോക്കിയോ, 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, എ പേഴ്സൺ ബോട്ട് എ ബുക്ക് അറ്റ് 31% ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് പ്രിന്റഡ് പ്രൈസ്. ഇഫ് നോ ഡിസ്കൗണ്ട് വാസ് ഗിവൺ ദെൻ ഹി വുഡ് ഹാവ് ടു പേ ₹2,480 മോർ. ഹൗ മച്ച് ഡിഡ് ഹി പേ ഫോർ ദ ബുക്ക് എന്നാണ് ചോദിച്ചത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം അയാൾ 31% ഡിസ്കൗണ്ടിനാണ് അയാൾ എന്ത് ചെയ്തത്, ബുക്ക് വാങ്ങിച്ചത്. ഈ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അയാൾ എക്സ്ട്രാ എത്ര രൂപ കൊടുക്കേണ്ട വന്നേനെ, 2480 രൂപ കൊടുക്കേണ്ട വന്നേനെ. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 31% ഡിസ്കൗണ്ട് ാണ് നമുക്ക് എത്ര രൂപ കൂടുതൽ, 2480. ഓക്കെ, അപ്പോൾ നമുക്ക് 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1% ഈസ് 80. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചു ഹൗ മച്ച് ഡിഡ് ഹി പേ ഫോർ ദ ബുക്ക്, എത്ര രൂപയാണ് അയാൾ കൊടുത്തത് ബുക്കിന്, എത്ര രൂപയാണ് കൊടുത്തത്, 31 അയാളുടെ ഡിസ്കൗണ്ട് എങ്കിൽ അയാൾ എത്ര രൂപ കൊടുത്തു, 69% അല്ലേ കൊടുത്തത്. 69 × 69, 1% 80 ആണെങ്കിൽ 69% നോക്കിയാൽ അപ്പോൾ 6 × 8 യൂണിറ്റ് ഡിജിറ്റ് 2 വരണം. 2 വരുന്ന ആകെ എന്തുണ്ട്, 0 വരും. ഈ 80യുടെ ഉണ്ടായതുകൊണ്ട് 5520 ആണ്. ഓക്കെ, 69% ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്, 69 × 80, 69% 80 നോക്കിയാൽ മതി. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The performance of 1,800 students in grade has been shown in the following pie chart. How many more students have obtained grade B than those who have obtained grade C ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, ഗ്രേഡ് ബിയും ഗ്രേഡ് സിയും എത്രയാണ് വ്യത്യാസം, 3%. ടോട്ടൽ 1800 ഉണ്ട്. 1800ൻ്റെ 3% എത്രയാണ്, 54 അല്ലേ. 1800ൻ്റെ 3% എന്ന് പറഞ്ഞാൽ 54 മോർ സ്റ്റുഡൻസ് ആണ് ഗ്രേഡ് ബിയിലുള്ളത് സിയെക്കാട്ടിലും അല്ലേ. ഗ്രേഡ് ബി അത് തന്നെ. ഹൗ മെനി മോർ സ്റ്റുഡൻസ് ഒപ്റ്റൈൻ ഗ്രേഡ് ബി ആൻഡ് ദോസ് ഹു ഹാവ് ഒപ്റ്റൈൻ ഗ്രേഡ് സി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്രയാണ്, 54. ഓക്കെ, അപ്പോൾ കണ്ടോ ലാസ്റ്റിലോട്ട് വന്നപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് സമയം എല്ലാത്തിനും കിട്ടത്തില്ല. കാരണം റീസണിങ് ചെയ്യാനുണ്ട്, മാത്സ് ചെയ്യാനുണ്ട്, ഇംഗ്ലീഷ്, ജി കെ ഇംഗ്ലീഷൊക്കെ വായിച്ച് ചിലപ്പം ഇംഗ്ലീഷ് കുറച്ച് വായിച്ച് നോക്കേണ്ടതായിരിക്കും. ഗ്രാമറൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം അവിടെ പോകും. അന്നേരം മാത്സും റീസണിങ് നമ്മൾ എത്രമാത്രം അറ്റംപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ സ്കോർ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് മാത്സിനകത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട് പെൻ ആൻഡ് പേപ്പർ എടുത്ത് യൂസ് ചെയ്ത് ചെയ്യേണ്ടത്. കുറേ നമുക്ക് പെൻ പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കിത് സംഭവം അറിയാമെങ്കിൽ. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് നോക്കാം, അതുപോലെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എല്ലാത്തിനകത്തും ഓപ്ഷൻസ് എപ്പോഴും SSC കൊടുക്കുന്നത് എങ്ങനെയാണ്, ഡിഫറൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കൊടുക്കുന്നത്. ചില കേസിൽ മാത്രമേ ഉള്ളൂ അടുത്തടുത്ത് വരുന്ന വാല്യൂസ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങൾക്ക് സമയം കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. 25 ക്വസ്റ്റ്യൻസോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.